ഞായറാഴ്ചകളിലെ മിഠായിത്തെരുവിലെ ഒരു കാഴ്ചയാണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മിഠായിത്തെരുവിലേക്ക് പോകുമ്പോൾ ഞായറാഴ്ചയാണ് ഞാൻ പോയിട്ടുള്ളത്. നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ കടകളുടെയും മുന്നിലേക്ക് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടാണ് ഇവർ ഇവിടെ അധികവും സെയിൽ നടത്തുന്നത്. അപ്പോൾ കയറി ചെല്ലുമ്പം തന്നെയുള്ള ഒരു കച്ചവടമാണിത്. ഒരുപാട് സ്റ്റീലിൻ്റെയും അലുമിനിയത്തിൻ്റെയൊക്കെ പാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല വില കുറവിലാണ് അവർ വിൽക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വഴിയോര കച്ചവടക്കാരുണ്ടായിരുന്നു. അപ്പോൾ അടച്ചിട്ട ഷോപ്പിൻ്റെയൊക്കെ മുന്നിൽ ഇവർ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഒരു ജീൻസിൻ്റെ ഇവർ അവിടെ സ്ഥിരമായിട്ട് കച്ചവടം ചെയ്യുന്ന കേട്ടോ. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. 450-400 രൂപയ്ക്കൊക്കെ ജീൻസ് അവിടെ കിട്ടാനുണ്ട്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ വീണ്ടും കുറേ മുൻപോട്ട് നടക്കുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അത്യാവശ്യം രാവിലെ ഒരു 10-10:30 ഈ ഒരു സമയം. പക്ഷേ ആ സമയത്ത് നല്ല വെയിലുണ്ട്, അതുപോലെ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ രാവിലെ ടൈമായിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് നടന്നപ്പോൾ ഏതെടുത്താലും 5, 10, 20, 30 എന്നൊരു കടയിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടേക്കൊന്നും അടുക്കാൻ പറ്റാത്ത അത്രയും ആളുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് വേണ്ട ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ 10, 20, 30 രൂപയ്ക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ തിരക്കില്ലാത്ത സമയത്ത് പോയിട്ട് തിരഞ്ഞെടുത്താലേ നമുക്ക് അതൊക്കെ പറ്റുള്ളൂ. ഈ കാണിക്കുന്ന ഈ ഒരു പാത്രത്തിനൊക്കെ 30 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ കാണിക്കുന്ന മൊത്തത്തിൽ 30 രൂപൻ്റെ സാധനങ്ങളാണ്. അതിൽ ഈ ഒരു ബൗളിൽ ഒന്നിന് 30 രൂപ, അത് 5 എണ്ണം വരുന്നൊരു സെറ്റാണ്. അതുപോലെ തന്നെ ഈ കപ്പ് ഒക്കെ 30 രൂപയ്ക്കാണ് വരുന്നത്. പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഒന്നും നോക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കുറച്ച് മുന്നോട്ട് വന്നാൽ ആ 10 രൂപ 20 രൂപേൻ്റെ കടൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു കടയാണ് ഈ ഒരു വാച്ചിൻ്റെ. ഇവരുടെയൊക്കെ ഷോപ്പ് ബാക്കിലുണ്ട്. പക്ഷേ ഇവരൊക്കെ ഈ ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മുന്നോട്ട് എടുത്ത് വെച്ചിട്ട് സെയിൽ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഈ ഒരു വാച്ചിൻ്റെ ഏതെടുത്താലും 250 രൂപ കേട്ടോ. ഈ കാണിക്കുന്നതിൽ ഏതെടുത്താലും 250 രൂപയ്ക്കാട്ടോ ഇതുവരെ കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരുപാട് റേറ്റ് കൂടിയതും കുറഞ്ഞതും ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. 300-400 രൂപയ്ക്കൊക്കെ റേറ്റിലുണ്ട്. ആ വാച്ചിൻ്റെ കടേൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് ഈ ഒരു ചെരുപ്പിൻ്റെത്. ഇവിടെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇത് കാണിക്കുന്ന ചെരുപ്പുകളൊക്കെ 380 രൂപേനാണ്. ഈ ഷൂ ഒക്കെ 380 രൂപേൻ്റെ ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കുറഞ്ഞതുണ്ട്. 150, 180, 200 എന്ന റേറ്റിൽ ഇവിടെ ഒരുപാട് കളക്ഷൻസ് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സെക്ഷനിലേക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല. നല്ല തിരക്കായതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയ വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നല്ല തിരക്കായതുകൊണ്ടാണ് അത്. ഇൻഷാ അല്ലാ അടുത്ത പ്രാവശ്യം നമുക്ക് എടുക്കാം. പിന്നെ അവിടുന്ന് ഞാൻ പോയത് സൺഡേ മാളിലേക്കായിരുന്നു. സൺഡേ മാളിൽ പോയപ്പോൾ വെച്ചാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതലേ ഒരുപാട് കച്ചവടം ഉണ്ട്. പക്ഷേ ഇവിടെ പല റേറ്റിൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല കളക്ഷൻസ് കിട്ടും. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു തിരക്കില്ലാത്ത ദിവസങ്ങളിൽ വർക്കിംഗ് ഡേയ്സിൽ വന്നിട്ട് എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും നോക്കിയെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് വലുതായിട്ടൊന്നും വിലയിലൊരു മാറ്റമായിട്ട് തോന്നിയിട്ടില്ല. മറ്റ് കടകളെ അപേക്ഷിച്ച് വലിയൊരു മാറ്റമൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പം ഇവിടെ ഒരുപാട് റേറ്റ് കുറച്ചിട്ടുള്ള സാധനങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ എന്താ പറയുക, വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചെരുപ്പിനൊക്കെ ഓൾമോസ്റ്റ് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ബോയ്സിൻ്റെയൊക്കെ അതുപോലെ തന്നെ ലേഡീസിൻ്റെ കിഡ്സിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പക്ഷെ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള റേറ്റും ഉണ്ട്. അതിലൊന്നും വലിയ റേറ്റ് കുറവൊന്നുമില്ല. പിന്നെ ഇവർ പുറമേ കാണിച്ച് നമ്മളെ വിളിച്ച് കയറ്റുന്നത് പോലെയല്ല. പുറമേ കാണിക്കുന്നതിന് നല്ല സാധനങ്ങൾ എടുത്ത് കാണിച്ചിട്ട് 300, 100, 200 എന്നൊക്കെ പറയും. പക്ഷെ ഉള്ളിൽ കയറിയാണെങ്കിൽ നല്ല വിലയുണ്ട് കേട്ടോ. പുറമേ കാണിക്കുന്ന പോലെയൊന്നല്ല, അത്യാവശ്യം വില ഉണ്ട്. പിന്നെ അത് നമ്മൾ ഓരോ വീഡിയോസിൽ നല്ല വില കുറവ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സെക്ഷനിൽ ഏത് കമ്മലെടുത്താലും 30 രൂപ. ഈ സെക്ഷനിൽ കാണിക്കുന്ന മൊത്തം 30 രൂപ. അത് ലേശം വില കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏതെടുത്താലും 5 രൂപ, 10 രൂപ, 30 രൂപ എന്നുള്ള റേറ്റിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അതും തന്നെ ഇതൊക്കെ ഒരു പീസിനാണ് 10 രൂപ. ഈ കാണിക്കുന്ന ഹെയർ ക്ലിപ്പിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. 129 രൂപ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഈ ക്ലിപ്പുകളൊക്കെ ഒന്നിനാണ് 10 രൂപ.
പിന്നെ ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ തോന്നൂല. ഇതൊക്കെ ക്വാളിറ്റി വളരെ കുറവാട്ടോ. 10 രൂപയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി അല്ലേ ഉണ്ടാകുള്ളൂ. എങ്കിലും പിന്നെ കുറച്ച് മുന്നോട്ട് വന്നാൽ മേക്കപ്പിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്. അതൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ റേറ്റ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അത്യാവശ്യം റേറ്റുള്ള സാധനങ്ങളാണ്. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് നോക്കുന്നതിനനുസരിച്ച് കുറവുണ്ട്. പക്ഷേ ഇതൊന്നും അങ്ങനത്തെ ബ്രാൻഡഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ബ്രാൻഡഡ് ഐറ്റംസും ഉണ്ട്. അതിന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ റേറ്റൊക്കെ തന്നെയാണ് ബ്രാൻഡഡ് ഐറ്റംസിനുള്ളത്. പിന്നെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. 30 രൂപയ്ക്കാണ് ഈ കാണിക്കുന്ന ബ്രേസ്ലെറ്റുകളൊക്കെ 30 രൂപയ്ക്കാണ് ഉള്ളത്. വീണ്ടും ഇവിടെ ഒരുപാട് ബ്രാൻഡിൻ്റെ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള റേറ്റും ഉണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഏതെടുത്താലും 99 രൂപ എന്ന് പറഞ്ഞിട്ടുള്ള ബാഗിൻ്റെ സെക്ഷൻ കണ്ടിട്ടാട്ടോ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ആ ഫ്രണ്ടിലുള്ള ബാഗിന് മാത്രമാണ് 99. ബാക്കിയൊക്കത്തിന് നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഈ കാണിക്കുന്ന ബാഗൊക്കെ 500 രൂപേൻ്റെ മുകളിലുള്ള ബാഗുകളാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാനിന്ന് എടുത്തിട്ടുള്ള വീഡിയോ മിഠായിത്തെരുവിലെ. പക്ഷേ ഇത് മിഠായിത്തെരുവിൽ ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. ഇനി ഒരുപാട് ഷോപ്പുകളുണ്ട്, നല്ല വില കുറവുള്ള ഷോപ്പുകളും ഉണ്ട്. അപ്പോൾ ഞായറാഴ്ച പോയതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇനിയും ഇതുപോലത്തെ വീഡിയോ ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.